ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മുഹമ്മയിലാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ മുഹമ്മയിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു ബജിക്കടയുടെയും ചായക്കടയുടെ ഒക്കെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അവരെ ഞാൻ വീണ്ടും കണ്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീണ്ടും ആ കടയിലോട്ട് വീണ്ടും ഉള്ളിയുടെയും പരിപ്പുടെയൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും വിലക്കയറ്റം വന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് തിരക്കാം. ചേട്ടാ, നമ്മളിപ്പോ ഒരു 6 മാസത്തിന്റെ അടുത്ത 6 മാസം മുമ്പ് നമ്മൾ ചെയ്തതാണ്. നമ്മുടെ കടയുടെ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ്, കടികൾ, ചെറുകടികളെ, ഏത്തയ്ക്കാപ്പം, ഉഴുന്നുവട, ഉള്ളിവട, കട്ട്ലേറ്റ്, സമൂസ, അങ്ങനെ പല ഐറ്റങ്ങൾ, മുളക് ബജ്ജി, മുട്ട ബജ്ജി, കാബജ്ജി, എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഉണ്ട്. നമ്മളങ്ങനെ ഓരോന്നെ ചെയ്ത് ഓരോ ദിവസത്തെ ചെയ്തതാണ്. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങള്, പുതിയ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ടോ? പുതിയ സാധനങ്ങളൊക്കെ 3 ഐറ്റം നമ്മൾ വരച്ചിട്ടിപ്പം. എന്തുവാണ് നമ്മളിപ്പോ വരച്ചിരിക്കുന്നത്? കട്ട്ലേറ്റ് ഉണ്ട്, നമുക്ക് സമൂസ ഉണ്ട്, പിന്നെ സുഖിയനുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പോ പുതുതായിട്ടുണ്ട്. അടയുണ്ട്. എത്ര രൂപയൊക്കെ റേറ്റ് വരുന്നത്? റേറ്റ് എല്ലാം 10 രൂപയാണ്. എല്ലാം 10 രൂപ. മുളക് മാത്രം 5 രൂപ. ചായക്ക് എല്ലായിടത്തും 15 ആയല്ലേ? ഇവിടെ ഇവിടെ 10 രൂപയുള്ളൂ. ഇവിടെ 10 ഇപ്പോഴും 10 രൂപ. ഇവിടെ ഇപ്പോഴും 10 രൂപ. 15 രൂപ വില കൂട്ടിയിട്ടൊന്നുമില്ല. ഇല്ല, വില ഒന്നും കൂട്ടിയിട്ടില്ല. 10 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു. ഒരുവിധ ആളുകളൊക്കെ വരുന്നുണ്ട്, നല്ല രീതിയിലാണ് കൊടുക്കുന്നതല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി കഷ്ടപ്പെടുന്നത്, കാരണം ശമ്പളമോ ജോലിക്കാരൊന്നും വേണ്ട, ചെറിയതൊക്കെ കിട്ടത്തുള്ളൂ. ചെറിയ ലാഭമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് മതി. അതില് സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. അതൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പൊ നിലയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കില്ല. നിലവിൽ ഇപ്പൊ 5, 6, 7, 9 ഐറ്റം ഉണ്ട്. 3-4 ഐറ്റം നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന്. ഉഴുന്നുവട, പഴംപൊരി, ഉള്ളിവട, പരിപ്പുവട, മുളക് ബജി, സുഖിയൻ, എല്ലാത്തിനും 10 രൂപയാണ്. പിന്നെ സുഖിയൻ, മുട്ട ബജി, അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കും. എല്ലാം ഉണ്ട്. അപ്പൊ ഫ്രണ്ടില് ഒരു ബോർഡൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? ചായ, ബ്രൂ, കോഫി, ഫ്രഷ് ജ്യൂസ്, ദോശ, എന്നിട്ട് ഫോൺ നമ്പർ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഓരോ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പുരോഗമനം വല്ലതും ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ. വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഓരോരുത്തരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ചിലരൊക്കെ വരുന്നത് കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഓരോന്നൊക്കെ ചെറുതായിട്ട് മേടിക്കുന്നുണ്ട്. നിങ്ങളുടെ സാധനങ്ങളെല്ലാം കൊള്ളാൻ ടേസ്റ്റ് ഉണ്ട്. ഇത്രമൊന്നും നമ്മൾ ചെയ്യാറ് ഒരു സാധനം ഒരു തരത്തിലുള്ള യൂസ് ചെയ്യത്തില്ല. ഒരു സാധനം ചെയ്യുന്നത് നല്ല സാധനങ്ങൾ എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുവർക്ക് പരിശോധിക്കുകയും ചെയ്യാം. ഇതിനകത്ത് വല്ലതും കടന്നിട്ടുണ്ടോ? ഒന്നുമില്ല. എല്ലാരും അജിനാമോട്ടൊക്കെ ചേർക്കാം. ഞങ്ങൾ ചേർക്കുക. പിന്നെ ഒരു സാധനം ചേർക്കത്തില്ല. അതാണ്. അപ്പൊ എങ്ങനെ ഒന്ന് അഡ്രസ് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാവോ? നമ്മുടെ മുഹമ്മയിൽ എവിടെയാണെന്നുള്ളത്? പറയാം. മുഹമ്മേ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞോട്ട് പോകുമ്പോൾ മുസ്ലിം പള്ളിക്കെട്ടറുണ്ട്. മുസ്ലിം പള്ളിക്കെട്ടറത്തിന്റെ പടിഞ്ഞോട്ട് വരുമ്പോഴത്തേക്ക് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഇലക്ട്രിക് കടയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ ഈ കട. അവരുടെ കെട്ടൽസ് ഞങ്ങൾ ഈ നടത്തുന്നത്. ഇലക്ട്രിക് കട കാണുന്നതാ. ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് ബജിക്കട. അപ്പൊ മുഹമ്മ വരുന്നവരെല്ലാരും ആശുപത്രിക്ക് കിഴക്കുവശമുള്ള ഈ കടയിൽ വന്ന് ചായ കുടിക്കാൻ ശ്രമിക്കുക. ചായക്ക് 10 രൂപയുള്ളൂ. ഇപ്പോഴും ചായക്ക് 10 രൂപ. 10 രൂപ 12 രൂപ കൂടി. നിങ്ങളെ ബാധിച്ചിട്ടില്ല? കടിയെല്ലാം 10 രൂപ. ഗ്യാസ് ഇല്ലാത്തൊന്നും ഇല്ല. ഗ്യാസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് ഒക്കെ ചെറിയ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പുറത്തേക്ക് വേതനം കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വെറുതെ വെളിയിൽ നിന്ന് കോള് കിട്ടുന്നുണ്ട്. നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. ഓരോ പള്ളിക്കും മറ്റുള്ള സ്ഥലങ്ങളിലും കല്യാണ ആവശ്യത്തിനും ഒക്കെ നമ്മൾ സാധനം കൊടുക്കാറുണ്ട്. ചെറിയ രീതിയിലുള്ളൂ. ഇതൊക്കെ ഉള്ളു. ഇങ്ങനെയുള്ള ഐറ്റങ്ങളല്ല, വേറെ ഒന്നുമില്ല. ഇപ്പൊ 1000 ചായ വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. അതിനുള്ള സെറ്റപ്പ് നമ്മുടെ ഉണ്ട്. അതിനുള്ള കടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതിനൊന്നും മേടിക്കുന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന. ശരി. അപ്പൊ നല്ല രീതിയിൽ വരട്ടെ. നമുക്ക് നമ്മൾ കാണുന്ന ഒരാള് മെച്ചപ്പെടുവാണെങ്കിൽ പിന്നെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം പോകുന്നു. വരിക, വന്ന് മുഹമ്മദ് വരുവാണെങ്കിൽ നേരെ അധികം പടിഞ്ഞാറോട്ടൊന്നും പോകണ്ടല്ലേ? തൊട്ടടുത്തല്ലേ? നോക്കിയാൽ കാണാവുന്ന 200 മീറ്റർ പള്ളിക്കെട്ടണം പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും. അവരുടെ കടയായി. മുസ്ലിം പള്ളിക്കെട്ടിലെ ഏക വജിക്കടയാണ് മഹാലക്ഷ്മി ഇലക്ട്രിക്കൽസ് അല്ലേ? അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ ജസ്റ്റ് നോക്കാം. എല്ലാം നല്ല ഫുഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വീഡിയോ തന്നെ. പക്ഷെ അന്ന് വേറൊരു കാര്യമുണ്ട്. നമ്മളോട് ചോദിച്ച അരി എവിടെയാണ് സമൂസ ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് സമൂസ എത്രയാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സമൂസയുടെ അകത്തുള്ള ഫില്ലിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ ചേച്ചി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി പറഞ്ഞായിരുന്നു.
അതെ. അപ്പൊ അത്രയും ഉണ്ട് ചേച്ചിയുടെ ശുദ്ധ മനസ്സ്. കാരണം ഒന്നും ഒളിച്ചു അങ്ങനെയാണ് നമ്മളെല്ലാം വൃത്തിയായിട്ടും മെനിയായിട്ടും. എണ്ണക്കവറൊക്കെ നമ്മളെന്ന് വെച്ചാൽ അന്നാലും എടുക്കുന്ന എണ്ണ, കുറച്ച് എണ്ണ 4 കവർ എണ്ണ ഒഴിക്കത്തുള്ളൂ, അത് തീരും. അത് പിന്നെ വ്യത്യാസം ബാക്കി ഇല്ല. അങ്ങനെ കേട്ടോ. അങ്ങനെ അപ്പൊ ആൾക്കാർ നല്ല ആഹാരം കിട്ടട്ടെ കുറഞ്ഞ റേറ്റ്, അതല്ലേ ഏറ്റവും നല്ലത്. പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഒരു ടാറ്റ വന്നേര്. ടാറ്റ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.